സത്യത്തിൽ ഇതെന്താ പരിപാടി നിങ്ങൾക്ക് മനസ്സിലായോ? എന്താണ് പറയുന്നത്? എനിക്ക് മനസ്സിലായില്ല. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പിള്ളേരൊക്കെ ഇരുന്ന് തൈരും ചോറും കഴിക്കുകയാണെങ്കിൽ ഞാൻ ചോറ് കഴിക്കൂല. മാറി നിൽക്കണി, അങ്ങനെ ചിരിക്കാൻ പോലും പാടില്ല. എനിക്ക് ഇതിൽ ഏറ്റവും പേടി പാവയ്ക്കാണ്. പാവയ്ക്ക് കടിക്കുവോ? ഇത്രയും നാള് ഉപ്പ് കൊടുക്കാതെ വളർത്തിയിട്ടത് ആ ശരീരത്തിലാ ഇപ്പൊ ഒരു ലോഡ് ഉപ്പ് പോയത്. ദൈവമുണ്ട്. അതിനകത്തൊരു പുഴുണ്ടായിരിക്കണേ. ഇതെല്ലാം എങ്ങോട്ട് പോകുന്നു? കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. നമ്മള് കഴിച്ച് ഇവിടെ മഴയായി. അന്തരീക്ഷത്തിന്റെ മട്ടും ഭാവവും മാറുന്നത് കാണുന്നില്ലേ? മക്കളൊന്നും അങ്ങനെ അല്ല, നമുക്ക് ഇങ്ങനെയൊക്കെ കഴിക്കാം. പെട്ടെന്ന് തട്ടിപ്പോ അത്രയുള്ള വേറെ അസുഖം പിടിക്കില്ല. പ്രേക്ഷകർ ആരും ഇത് പരീക്ഷിക്കരുത്. ഇത് വളരെ നേരത്തെ പ്രാക്ടീസിന് ശേഷം എക്സ്പേർട്ട്. ഹലോ, നമസ്കാരം. ഞാൻ അഞ്ജലി. ഈ സോഷ്യൽ മീഡിയയിൽ ജീവിക്കാൻ വേണ്ടി നമ്മൾ പല പരിപാടികൾ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ എന്നെ തിരിച്ചറിഞ്ഞിട്ടുള്ളത് ഈ പ്രാങ്ക് കോൾ ചെയ്യുന്ന ചേച്ചിയല്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മളിങ്ങനെ പരിചയപ്പെടുമ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ്. പക്ഷെ ഞാൻ ഈ വീഡിയോയിലേക്ക് അവരെ വിളിക്കുമ്പോൾ വെറുതെ അങ്ങനെ വിളിച്ചാൽ പോരല്ലോ, ഒരു അടിപൊളി പണി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോ പോകാം വീഡിയോയിലേക്ക്. ഞങ്ങൾ വന്നു. സത്യത്തിൽ ഇതെന്താ പരിപാടി നിങ്ങൾക്ക് മനസ്സിലായോ? എന്താണ് പറയുന്നത്? എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ തന്നെ പറയണം. മനസ്സിലായില്ലേ? ഇവള് വിചാരിച്ചു വെച്ചേക്കുന്നത് ഇവള് നമുക്ക് പണി തരുന്നു എന്നാണ്. പക്ഷെ ആക്ച്വലി ആദ്യം പണി കിട്ടാൻ പോകുന്നത്. അപ്പൊ എന്താണ് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട്. ഇതിൽ കുറെ സാധനങ്ങൾ നമ്മൾ കഴിക്കില്ല. ഇതിൽ പലതും ഞാൻ കഴിക്കില്ല. നീ എന്താ ചെയ്യാറ്? കഴിക്കാത്ത സാധനങ്ങൾ പാടെ ഒഴിവാക്കുവാണോ? അത് കുറച്ചെങ്കിലും ട്രൈ ചെയ്ത് നോക്കോ? ഇല്ല, ഞാൻ പാടെ ഒഴിവാക്കും. എനിക്കും അതാ ശീലം. പക്ഷെ ഇവളങ്ങനെയല്ല. ഇവളും ട്രൈ ചെയ്യും. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനം ഉണ്ട്, ഏതാണെന്നറിയോ? തൈര്. ഞാൻ ഒരു കാരണവശാലും അത് കഴിക്കൂല. ഞാൻ ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. കഴിച്ചാലും കഴിക്കാൻ പറ്റത്തില്ല. നീ കാരണം പറ. ഓർമ്മ വെച്ച നാള് തൊട്ട് ഞാൻ തൈര് കഴിക്കത്തില്ല. അതുകൊണ്ട് എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്റെ അടുത്ത പിള്ളേരൊക്കെ ഇരുന്ന് തൈരും ചോറും കഴിക്കുകയാണെങ്കിൽ ഞാൻ ചോറ് കഴിക്കൂല. ഞാൻ ചോറ് വെയിറ്റ് ചെയ്ത് വെച്ചിട്ട് ഇവരടുത്ത് എനിക്ക് ഇങ്ങനെ വൊമിറ്റ് ചെയ്യാൻ വരും. അത് പാടില്ല. പിന്നെ വീട്ടിലാണെങ്കിൽ അമ്മ തൈര് കഴിക്കുകയാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് ഞാൻ ദേഷ്യപ്പെടും, മാറിയിരിക്കാൻ പറയും, ആ പാത്രം തൊടില്ല. പക്ഷെ ഇപ്പൊ വളർന്നപ്പം അത് ഇച്ചിരി മാറി. എന്നാലും തൈര് ഞാൻ തൈര് കഴിച്ചിട്ടേ പോകും. കഴിക്കൂല. അപ്പൊ നമ്മൾ അത് തന്നെ ഇവിടെ തൈര് കഴിക്കുന്നു. അതാണ് ഇവിടുത്തെ ടാസ്ക്. എനിക്ക് ഇതിൽ ഏറ്റവും പേടി പാവയ്ക്കാണ്. ഈ പണ്ട് പാവയ്ക്ക് കടിക്കുവോ? എനിക്ക് ഏറ്റവും പേടി പാവയ്ക്ക. ഇത് കയ്പാണെന്ന് പറഞ്ഞ് പേടിപ്പിച്ച് കഴിച്ചിട്ടേ ഇല്ല, ടേസ്റ്റ് ചെയ്തിട്ടേ അറിയില്ല, ചെയ്തിട്ടേ ഇല്ല. എനിക്ക് അറിഞ്ഞൂടത് എന്താ ഇതിന്റെ ടേസ്റ്റ് എന്ന്. ശരി, അപ്പോ ഇവിടെ ഒരുപാട് കുറികൾ ഇരിപ്പുണ്ട്. നമ്മളിങ്ങനെ കലക്കി കുലുക്കി ലോട്ടിട്ട് എടുക്കും. കലക്കി കുലുക്കി ഒരെണ്ണം ഒരാൾ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ആ കിട്ടുന്ന സംഭവം നമ്മൾ കഴിക്കുന്നു, ഒരു എക്സ്പ്രഷനും ഇല്ലാതെ. എക്സ്പ്രഷൻ ഇടാൻ പാടില്ല. പുളി അടിക്കുമ്പോ എങ്ങനെ എക്സ്പ്രഷൻ ഇടും? ആക്ടർ പറയൂ. അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. അത് വേറെന്തുവാടാ. അപ്പൊ അങ്ങനെ എക്സ്പ്രഷൻ ഒന്നും വരാതെ നിർവികാരനായി നമ്മളത് കഴിക്കണം. നടക്കുന്ന കാര്യമല്ല അത്. ട്രൈ ചെയ്യാനോ നമുക്ക്? അതാണ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. എന്നാ എനിക്ക് തക്കാളി വേണം. അത് പറ്റില്ല. ഇത് എടുക്കുന്ന സാധനം അനുസരിച്ച് കഴിക്കാൻ പറ്റും. ഇല്ല, ഇതെന്ന് വെച്ചാൽ ഞങ്ങൾ 3 പേര് ഇത് ട്രൈ ചെയ്യും കേട്ടോ. നമ്മൾ 3 പേര് ഇത് ശ്രമിക്കും. പ്രേക്ഷകർ ആരും ഇത് പരീക്ഷിക്കരുത്. ഇത് വളരെ നേരത്തെ പ്രാക്ടീസിന് ശേഷം എക്സ്പേർട്സ് ആണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. വിചാരിക്കരുത്, വെറുതെ തള്ളിയതാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം. അങ്ങനെയല്ല, ആദ്യം ചെയ്യുന്ന ആള് തുറന്ന് ചെയ്യുന്നു, മറ്റേ സസ്പെൻസ് ആണ്. എന്റെ സമയം വളരെ നല്ലതായിരുന്നു. ശരി. എനിക്ക് തൈര് വല്ലതും കിട്ടുമോ? എനിക്ക് ടെൻഷൻ പറയാൻ പറ്റൂല. ആരാദ്യം ചെയ്യും?
തേങ്ങ പൊട്ടിക്കാം. ഓൾറെഡി പറഞ്ഞല്ലോ നീയാണ് ചെയ്യാൻ പോകുന്നത്. ഞങ്ങള് പറഞ്ഞല്ലോ എക്സ്പേർട്ട് എന്നല്ലേ പറഞ്ഞത്. എക്സ്പേർട്ടിനെ കണ്ട് നമ്മൾ പഠിക്കണ്ടേ? ഞാൻ ആ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾ കേട്ടില്ല. ഞങ്ങൾക്കിടയിലെ ഇവിടെ ചെയ്യുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. ഉപ്പാണ് അതിന്റെ പുറത്ത് കണ്ണ് കണ്ടുവിടാന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇവർക്ക് കണ്ണ് കാണാൻ പാടില്ല. അവൾ അതിൽ വെച്ചു, അവള് തന്നെ ഉപ്പ് തന്നെ കിട്ടിയിരിക്കുകയാണ്. ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. ഞാനൊരു സത്യം പറയട്ടെ, ഞാൻ പൊതുവെ ഭക്ഷണത്തില് വളരെ കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് ഉപയോഗിച്ച് കഴിക്കുന്ന ആളാണ്. വീട്ടിലാണെങ്കിലും അങ്ങനെയാണ്. ഉമ്മ എപ്പോ കുക്ക് ചെയ്ത് കഴിഞ്ഞാലും വളരെ കുറച്ചിടും. അധികം പറയണ്ട, കഴിച്ചിട്ട് പറഞ്ഞാൽ മതി. അത് കുറച്ചിട എടുക്കുന്നുണ്ട്. എങ്ങനെയല്ലടാ ഇങ്ങനെ കിടക്കും. ഒരു തവ കൊണ്ട് ഞാൻ മാത്രമേ ഉള്ളൂ, എന്റെ അച്ഛനും അമ്മയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. ഇത് ഉറുമ്പിന് കഴിക്കാൻ പരുവത്തിന് എടുക്കുന്നത് ഒരു മിനിമൽ ക്വാണ്ടിറ്റി ആണ്. ശരി, ഏറെക്കുറെ ഇത്രയൊക്കെ നമ്മൾ ഉപ്പിടാറുള്ളൂ. ഏറെക്കുറെ ഈ നിയമം തന്നെയാണ് ഞങ്ങൾക്കും. എക്സ്പ്രഷൻ ഇല്ലാതെ കഴിക്കണം. ഒരു ആക്ടറിനോട് ഒരിക്കലും പറയരുത് എക്സ്പ്രഷൻ ഉണ്ടാവാൻ പാടില്ല. എന്താ ഡയന? എടാ ഇച്ചിരിയെ കഴിച്ചുള്ളൂ, അതൊക്കെ തട്ട്. അല്ല, അവൾ ഇതുവരെ ഇറക്കിയിട്ടില്ല. ഒന്ന് ശ്രദ്ധിച്ചേ, എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന്. കൊച്ചിന്റെ അമ്മ കൊച്ചിന് ഇത്രയും നാള് ഉപ്പ് കൊടുക്കാതെ വളർത്തിയിട്ടത് ആ ശരീരത്തിലായി ഇപ്പൊ ഒരു ലോഡ് ഉപ്പ് പോയത്. ഉമ്മ ഇതെങ്ങനെ സഹിക്കും? തുപ്പണോ? തുപ്പാൻ പറ്റില്ല, ഇറക്കണം. നോ എക്സ്പ്രഷൻ. നീ എക്സ്പ്രഷൻ ഇട്ട കഴിഞ്ഞു. തോറ്റുപോയി. വീണു. ഞാൻ എടുക്കട്ടെ. ഒരു കിൻഡല് കഴിക്കണോ? ഉരുകി പോനടി. പക്ഷെ എങ്ങനെ കഴിക്കണം? എടാ ഇതിന് പ്രത്യേകിച്ച് എക്സ്പ്രഷൻ ഒന്നും ഇല്ല. ഇതെല്ലാം എങ്ങോട്ട് പോകുന്നു? പല്ല് നോക്കണ, വെളിയിൽ കാണിക്കാൻ പറ്റില്ല. മുറുക്കാൻ പോയത് പോലെ ഉണ്ട്. എന്റെ വായിൽ ഓൾറെഡി ചോക്ലേറ്റിന്റെ ടേസ്റ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് ഈസി ആയിരിക്കും. എന്തുവാ ചോക്ലേറ്റ് മുഴുവൻ കഴിച്ച് വെള്ളം കുടിച്ച് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെയിറ്റ് ചെയ്യാൻ ഒരു പ്രശ്നമില്ല. ഇല്ല, ചോക്ലേറ്റ് ഒക്കെ ഞാൻ കഴിച്ച് വെള്ളം കുടിച്ചു. ഇനി എന്റെ എനിക്ക് അറിയാൻ വയ്യാത്തോണ്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ആർക്കാണ് ഈ ചോക്ലേറ്റ് സെലക്ട് ചെയ്തത്? ആർക്കാ? എനിക്കല്ലേ. അപ്പോ നിങ്ങൾ എല്ലാരും ടേസ്റ്റ് ചെയ്തു. ആതിരയുടെ ലോട്ട് നമ്മുടെ കയ്യിലുണ്ട്. എന്താണെന്ന് നോക്കാം. ഇവള് വേണമെങ്കിൽ മാറ്റി പറയും, അതുകൊണ്ട് എന്നെയും കൂടെ കാണിക്കണം. മാംഗോ പിക്കൽ. ഓ, എനിക്ക് വയ്യ. ഇഷ്ടമാണോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഉപ്പൊക്കെ ഒത്തിരി കഴിച്ചു കഴിഞ്ഞാൽ വയറിന് അസുഖം വരും. പക്ഷെ പിക്കിളൊന്നും അങ്ങനെ അല്ല, നമുക്ക് ഇങ്ങനെ കഴിക്കാം. ഒന്നും വരൂല. കഴിക്കട്ടെ. ഇഷ്ടമുള്ള സാധനമല്ലേ? മറ്റേ എക്സ്പ്രഷനൊക്കെ കൊടുക്കണേ. നീയൊക്കെ കണ്ണൂച്ച് പഴയ പോലെ ഒന്നും കഴിക്കാൻ പറ്റണ്ടായി. നിങ്ങൾക്ക് രണ്ടുപേരും കിട്ടിയ സാധനം അത്രയ്ക്ക് ശരിയായില്ല. ഞാൻ മാത്രമാണ്. നല്ലതാ അല്ലേ? അഞ്ജലി വീട്ടില് ചെറുതായിട്ട് എന്തൊക്കെ ഉണ്ടാക്കും? അച്ചാറിട്ടുണ്ടോ? അച്ചാറ് ഇല്ലടാ. നീ അത് ചോദിക്കില്ല, അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. സേഫ് സൈഡിൽ നിൽക്കുന്നതായിരിക്കും നല്ലത്. അധികം ഒന്നും ഉണ്ടാക്കാറില്ല. ഈ ആതിര ഒരു 2 ആഴ്ചയായി കാണും എറണാകുളത്തുള്ള എന്റെ വീട്ടില് വന്നിട്ട് എന്റെ മാവിലെ മാങ്ങ ഞാനറിയാണ്ട് അവളത് പിച്ചെടുത്ത് ഇവള് അച്ചാറിട്ടു. അറിയോ? അല്ലേ? മറ്റേ ഹരികൃഷ്ണൻസിലെ മമ്മൂക്ക പോകുന്ന പോലെ പോണോ? ആ നിലവിളി ശബ്ദം ഇടൂ. ഇതിനു മുമ്പ് ഭക്ഷണം എന്തെങ്കിലും കഴിച്ചിരുന്നോ? ഞാനോ? രാവിലെ ഞാൻ പൊറോട്ടയും ബീഫും കഴിച്ചു. അതൊക്കെ സ്മൂത്ത് ആയിട്ട് പോയിക്കോളും.
നല്ല വെയിലുണ്ടായിരുന്നു. ഇവിടെ മഴയായി. ഇന്ന് നമ്മൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഭയങ്കര ചൂടായിരുന്നേ. ഹ്യൂമിഡിറ്റിയും ചൂടും വിയർത്ത് കുളിച്ച്. അപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഞാൻ മഴ പെയ്യുമെന്ന് പറഞ്ഞായിരുന്നോ. ഇവള് പണ്ട് കാലാവസ്ഥ നിരീക്ഷണ കറക്റ്റ് ആയിട്ട് അവര് പോലും ഇവിടെ വിളിച്ചു ചോദിക്കും ഇന്ന് മഴ പെയ്യോ. ഡയറിയെ വിളിച്ചു ചോദിക്കും. ഇത് ഇവര് വെറുതെ എന്നെ കളിയാക്കാൻ വേണ്ടി പറയുന്നത്. പക്ഷെ സത്യമാണ്, ഞാൻ പറഞ്ഞിരുന്നു ഇന്ന് മഴ പെയ്യുന്നു. കണ്ണു തുറന്ന് നോക്ക്, അന്തരീക്ഷത്തിന്റെ മട്ടും ഭാവവും മാറുന്നത് കാണുന്നില്ലേ? കാര്യത്തിലേക്ക് കിടക്കാം. അടുത്തെടുക്കൂ. എടുക്കുവാണേ. എനിക്ക് സ്ട്രോബെറി വേണം. സ്ട്രോബെറി. ആ തൈര് അതിനെ നോക്കിയിരുന്നു. അയ്യോ വീണ്ടും ദൈവമുണ്ട്. ഗ്രീൻ ആപ്പിൾ ഇന്ന് എന്റെ ദിവസമാണ്. അഞ്ജലിയുടെ ഇന്ന് എന്റെ ദിവസമാടാ. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. എടുത്തതാണ്. കൊടുക്ക് അതിനകത്തൊരു പുഴുണ്ടായിരിക്കണേ. അല്ല ഇത് കഴുകിയാണോ വെച്ചിരിക്കുന്നത്? കഴിക്കട്ടെ. അല്ലെങ്കിൽ ഒരെണ്ണം പിഴുകണോ? വേണ്ടല്ലോ. ചിലപ്പോ പിഴുകേണ്ടി വരും. എന്നാലും ഞാൻ തയ്യാറെന്ന്. ഫ്രണ്ടിലത് മൈപ്പോ എല്ലാം ഞാനിത് വൈപ്പല്ല വെച്ചാണോ നടക്കുന്നത്? അല്ല വൈപ്പ് വല്ലല്ല, ഒരു സംഭവം ഊരി ഇടുന്നുണ്ട്. കഴിക്കട്ടെ. ഇതിന്റെ എക്സ്പ്രഷൻ ഒന്നും അല്ലെങ്കിലും വരൂല. ആപ്പിൾ കഴിക്കുമ്പോ ആരാ എക്സ്പ്രഷൻ? ഗ്രീൻ ആപ്പിളാ. ഇതിന് കാണിക്കരുത്. നല്ല പുളിയുണ്ട്. ഇത് എക്സ്പ്രഷൻ ലെസ് എന്നല്ല നമ്മൾ പറയേണ്ടിയിരുന്നത്. നമ്മൾ ആക്ച്വലി ഏറ്റവും മനോഹരമായിട്ട് നോക്കട്ടെ. സിമ്പിൾ. അതിന്ന് ജ്യൂസ് ഒക്കെ താഴോട്ട് വീഴുന്നു. ആപ്പിളിന് വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല. പക്ഷേ ആപ്പിളിന്റെ ഇത് അഞ്ജലിയുടെ ഒരു ലോഡ് ലിപ്സ്റ്റിക് ആണ് ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ നേരത്തെ അച്ചാർ കഴിച്ചില്ലേ, അതിന് കൂടെ മിക്സ് ചെയ്തത് കഴിക്കുമ്പോ ഒരു ചെറിയൊരു വിഷയം. അപ്പൊ ഇത് ഞാൻ കളയട്ടെ. എനിക്ക് എന്ത് കിട്ടിയാലും ഇവര് ടേസ്റ്റ് ചെയ്യും. പക്ഷെ ഇവർക്ക് കിട്ടുന്ന സാധനങ്ങൾ എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങളുമാണ്. മധുരമില്ലാത്ത ഗ്രീൻ ആപ്പിൾ അല്ലേ? പിന്നെ ഗ്രീൻ ആപ്പിളിന് എവിടെയാ മധുരം? ഗ്രീൻ ആപ്പിൾ പുളിപ്പല്ലേ? കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ഇടയ്ക്ക് ഈ ഡയറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ഇഷ്ട ഭക്ഷണമായിരുന്നു. പക്ഷെ എന്നിട്ട് എന്റെ ഡയറ്റീഷ്യൻ തന്നെ ഗ്രീൻ ആപ്പിൾ വേണ്ടെന്ന് പറഞ്ഞു. അതെന്താന്ന് അറിയില്ല. പുള്ളിക്ക് മൂഡ് വരുമ്പോ പുള്ളി ഇങ്ങനെ ചേഞ്ച് ചെയ്യും. പുള്ളി ഇപ്പൊ ഗ്രീൻ ആപ്പിൾ കഴിക്കുന്ന മൂഡിലല്ല. ഡയാന ഇപ്പൊ ഗ്രീൻ ആപ്പിൾ കഴിക്കുന്ന മൂഡിലാണ്. ഞാൻ എടുക്കുവാണേ. കേടുവരല്ലേ. കേടുവരല്ലേന്നോ? ഒരു കേടും വരല്ലേ. ഇടയ്ക്കൊക്കെ ചളു പറയാം. ഞാനൊരു വലിയ സംഭവം അല്ലേ? സ്ട്രോബെറി അതെനിക്ക് വേണം. ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ തരണം. ആർക്കും ടേസ്റ്റ് ചെയ്യാൻ തരില്ല. എന്റെ സാധനം ഞാൻ കഴിക്കും. ഇപ്പൊ കഴിച്ച ആപ്പിള് ഇവിടെ മുഴുത്തത് നല്ല പഴുത്തത് നോക്കി അങ്ങ് എടുത്തടാ. നല്ല പുളിയുണ്ട് കേട്ടോ. ആണോ? നീ സ്ട്രോബെറി ഫാമിൽ പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടുണ്ട്. മുമ്പ് അവിടെയായിരുന്നു ജോലി. ആരാ തുടങ്ങിയത് ചളി? നിങ്ങളൊക്കെ വീട്ടിൽ പാല് കുടിക്കാറുണ്ടോ? അതെ, ഞാനൊരു 2 വയസ്സ് കുടിച്ചു പാല്, അമ്മയുടെ പാല്. അതല്ല, ഇപ്പൊ പാല് കുടിക്കാൻ കൊടുക്കുന്നു. പാല് കാച്ചി കൊടുക്കുന്നു. പാല് വാങ്ങാറുണ്ടോ വീട്ടില്? പിന്നെ എനിക്കറിയില്ല, എനിക്ക് പാൽ ചായ ഭയങ്കര ഇഷ്ടമാണ്. പാല് വാങ്ങാറുണ്ട്. അപ്പൊ ഈ പാല് വാങ്ങുന്ന കണക്കൊക്കെ നിങ്ങൾ ഏത് ബുക്കിലാണ് എഴുതി വെക്കുന്നേ? ഞാൻ പറയട്ടെ, ഞാൻ തൊഴുത്തിന്റെ പുറകിൽ പോയി. ഞങ്ങളുടെ വീട്ടില് പശു പാല് മേടിക്കും, ചായ ഇടും. വീട്ടില് പശു ഉണ്ട്. എന്നാലും പാല് വാങ്ങുന്ന കണക്ക് നമ്മൾ എഴുതി വെക്കുന്ന ബുക്ക് ഡയറി മിൽക്ക്. എടാ, അവൾ ആ ക്വസ്റ്റ്യൻ പോലും കംപ്ലീറ്റ്. എനിക്ക് മനസ്സിലായില്ലല്ലോ അവൾ എന്താ പാല് വാങ്ങുന്ന കണക്ക് നമ്മൾ എവിടെ എഴുതി വെക്കും. അപ്പൊ നമ്മൾ പറയണം ഡയറി മിൽക്ക്. നമ്മുടെ ഇത് വിജയിക്കുന്നില്ലെങ്കിലും ഇങ്ങനെയുള്ള ഇനി നീ കൂടുതൽ കോമഡി അടിക്കാതെ എടുക്കാം. മതി 2 എപ്പിസോഡിനുള്ളതായിരുന്നു. എന്നതല്ല, താഴെ വരുന്നതാണ്. എന്താണ് കേട് കിട്ടിയോ? എനിക്ക് സമാധാനമായി. ഇല്ല, ഞാൻ തിരിച്ചിടുവാണ്. ഇല്ല, കിട്ടിയത് അങ്ങനെ തന്നെയാണ്. എടുത്തേ. പക്ഷെ ഇതിപ്പോ നല്ല ടേസ്റ്റാ. കാരണം എന്താ അറിയോ, അച്ചാറിൽ മിക്സ് ചെയ്തല്ലേ. മാറി നിക്കടി എന്റെ അടുത്തത്. ചുമ്മാ ഗുളുഗുളൂന്നിരിക്കുന്ന ഇഷ്ടമല്ലേ? മണം കണ്ടോ? കൊണ്ടുവരരുത്. എന്റെ യഥാർത്ഥ സ്വഭാവം പുറത്ത്. ഇതിനെ കൂടുതൽ ഞാൻ കേട് കഴിച്ചു. നിനക്ക് എന്താ ബുദ്ധിമുട്ട്? നീ അവിടെ കൊണ്ടുവന്ന് വെച്ചേ. എടാ, നല്ല ആഹാരമല്ലേ. ആർക്കും കേട് കഴിക്കാൻ ഗുളുഗുളൂന്നിരിക്കുന്നത് കണ്ടാ. പബ്ലിക് പ്ലേസിൽ മണം. നിന്റെ അടുത്തൊരാൾ ഇരുന്ന് ഇങ്ങനെ കേട് കഴിക്കുകയാണ്. ഞാനൊന്നും ചെയ്യില്ല. നിക്ക് നിന്റെ അടുത്തിരുന്ന ഒരാൾ ഇങ്ങനെ കേട് കഴിക്കുന്നത്. ശബ്ദമാണല്ല.
ഒന്നുകൂടെ ഓക്കെ, ഇങ്ങനെയൊക്കെ എനിക്ക് വർപ്പിക്കാൻ പറ്റും. വളരെ നല്ലൊരു പ്രകടനമായിരുന്നു അത്. ഗായ്സ്, ഇനിയാണ് ക്രൂഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് ഉള്ളത്. കുരുമുളക്, നെല്ലിക്ക, നാരങ്ങ, പച്ചമുളക്, പാവയ്ക്ക, ചൗചൗ, പുളി, ജിഞ്ചർ ഗാർലിക് ക്യാപ്സിക്കം ചൗചൗ. ഇതെന്താ ഇത്? ചൗചൗ. അതിനെയാണോ ചൗച്ചൗ? ചൗചൗ ഞാനേ ചൗച്ചൗന്ന് ഞാൻ കസ്കസ് എന്ന് വിചാരിച്ചു. മറ്റേ അതിന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇവിടെ നിരത്തി വെച്ചിട്ട് സാധനത്തിന്റെ പേര് അറിയത്തില്ല. അതിന്റെ പേര് ഇതെന്തിനു ഉപയോഗിക്കും? ഞാരം വെക്കും. ഇതാണ് ചൗചൗ. ഞങ്ങളുടെ യുകെയിലില്ല. ഉച്ചക്കട യുകെയിലില്ല. ഇതാണ് ചൗചൗ. ചൗചൗവിന് ബാംഗ്ലൂർ കത്തിരിക്കാതെ പേരുണ്ട്. ശരി, ഇത് വെച്ച് നമുക്ക് ഉണ്ടാക്കാം, തോരൻ ഉണ്ടാക്കാം, മെഴുക്ക് വിരട്ടി ഉണ്ടാക്കാം. ഇതൊന്നും എന്റെ അമ്മ അറിഞ്ഞിട്ടില്ല. അമ്മ ഇന്ന് ഇത് കൊണ്ടുപോകണം കേട്ടോ. ശരി, എന്നിട്ട് അമ്മയ്ക്ക് കൊണ്ട് തോരൻ ഉണ്ടാക്കി തരാം. അപ്പൊ ഇതിലെന്ത് ടേസ്റ്റ് ആണ്? പുളിപ്പാണോ? ചൗചൗ എന്ന് വിളിച്ചാലോ? ചൗച്ചൗ. ഓ, ഇപ്പൊ ഇൻട്രസ്റ്റ് കൂടി. അയ്യോ ചൗചൗ. വീണ്ടും ദൈവമുണ്ട്. ഇതെങ്ങനെ കഴിക്കും? ഞാൻ ടേസ്റ്റ് ചെയ്യാം. ഞാൻ ഇതുവരെ ടേസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ. ക്യാപ്സിക്കം ആണ് ഈ ഷേപ്പിലിരിക്കുന്നത്. എടാ, വലുതായിട്ട് കഴിച്ചിട്ട് അതിനിങ്ങനെ അവിടെ വെച്ച് ചെറുതാക്കി കറുമുറിന്ന് കഴിക്കുന്ന പ്രത്യേകിച്ച് വികാരമില്ലാത്ത നാറ്റം. ഞാനൊരു വികാര ജീവിയാണെന്ന് പറയണ പോലെ ഞാനൊരു വികാരമില്ലാത്ത ജീവിയാണെന്ന്. ചൗചൗ കുഴപ്പമില്ല. കുഴപ്പമില്ല. അല്ല, പ്രത്യേകിച്ച് ഒരു അങ്ങനെ അതിനൊരു ഒരു ഡോണ്ട് കെയർ മൂഡാണ്. നീ എന്തോ കാണിക്കുന്നു? നമ്മള് മത്തങ്ങ കഴിക്കൂലേ? മത്തങ്ങ കറി വെക്കും, പായസം ഉണ്ടാക്കും. പക്ഷെ അല്ലാണ്ട് മത്തങ്ങ എല്ലാം വെറുതെ കഴിക്കുകയും ചെയ്യലേ. പക്ഷെ എന്തോ ഒരു ഫ്ലേവർ ഉണ്ട് അതിന്. അവസാനത്തിലോട്ട് അടുക്കുമ്പോ ഒരു ചവർപ്പ്. നോക്കിയൊക്കെ എടുത്ത പ്രശ്നം. ഞാൻ നോക്കിയെടുത്ത പ്രശ്നം. ഇല്ല, ഞാൻ നോക്കിയെടുത്തില്ല. ഈ കൂട്ടത്തിൽ ക്യാമറ ഉണ്ട്. അങ്ങനെ ഒരു സാധനം എവിടെ ഞാനത് ചോക്ലേറ്റ് മറ്റേ ബ്രെഡ് ഇതില്ലേ, അതും അങ്ങനെ വിചാരിച്ചു. ഈ ഷേപ്പിലൊക്കെയാണ്. കഴിക്കട്ടെ? പക്ഷെ എനിക്ക് ഇഷ്ടമാണോടാ. ആണോ? ഈ അഞ്ജലിയെ കൊണ്ട് ദിവസം കുക്ക് ചെയ്യിപ്പിക്കണം. ഇവിടെ ഞാൻ മാസ്റ്റർ ഷെഫാടാ. അഞ്ജലി തെളിയിച്ചതാണ് അഞ്ജലിയുടെ കുക്കിംഗ് സ്കിൽസ് ഒക്കെ. അത് പ്രാങ്കാണ്. അതേതാന്ന് കൂടെ പറയേ. സുബേഷ് ചേട്ടന്റെ പേര് പറയൂ. ഇരിക്കട്ടെ, പണി ഇട്ടട്ടെ എന്നുള്ളത്. അത് ഞാനൊരു കുക്കിംഗ് പരിപാടിയിൽ പോയിട്ട് നീ എന്നെ എടീന്ന് വിളിച്ച് എനിക്കെന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? അവിടെ മാറ്റം വന്നു. നീ അതൊരു പ്രാങ്കായിരുന്നു. എന്നെ എടി പൊടിയൊന്നും വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ആളാണ്. അങ്ങനെയൊന്നും നമ്മൾ അഹങ്കാരിയാന്ന് വിചാരിച്ചില്ല. മാഡം ഞാൻ വിചാരിച്ചു അഹങ്കാരത്തിന് കയ്യും കാലും കിട്ടവൾ. അയ്യോ, പുളാം. നൈസായിട്ട് സംസാരിച്ച കഴിച്ചത് കാണട്ടെ. നിനക്ക് പുളി കഴിക്കുമ്പോഴേ പുളിപ്പ് കഴിക്കുമ്പോ പക്ഷെ ചുമ വരും. പുളി കഴിക്കാൻ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ പിടിക്കും. ആണോ? അല്ലേ? എനിക്ക് വേണ്ട. നീ എടുത്തോ. ഈ പുളി ഫ്രഷ് കല്ലുള്ള പുളി. കല്ലല്ല, കുരു, മണ്ണുണ്ട് അതില്. അങ്ങനെ വരും. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ എടുക്കാം. എടുക്ക് പെട്ടെന്ന്. ആ പാവയ്ക്ക് അങ്ങോട്ട് എടുക്കൂ. പാവയ്ക്ക് നോക്കി ചിരിക്കുന്നു. എങ്ങനെയെങ്കിലും എടുത്തേ പറ്റൂ, കാരണം അല്ലെങ്കിൽ ഞാൻ കഴിക്കേണ്ടി വരും. ഉയ്യോടാ, പോയി ടൊമാറ്റോ പോയി. കഴിച്ചോ വേഗം കഴിച്ചോ. പാവയ്ക്ക അഞ്ജലിക്ക് തന്നെ. ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് തക്കാളി. കറിയിലിടുന്നേക്കാളും പച്ചക്ക് തക്കാളി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ചെറുതായിരിക്കുമ്പോഴത്തേക്കും ഞാനിങ്ങനെ എന്റെ അമ്മൂമ്മ ഇങ്ങനെ അടുക്കളയിൽ ഇങ്ങനെ മീനിലൊക്കെ ഇടാൻ വേണ്ടി തക്കാളി ഇങ്ങനെ അരിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കും തരുമോന്ന്. അപ്പൊ അമ്മൂമ്മ എന്നെ ഓടിച്ചു വിടുമായിരുന്നു, അച്ഛൻ്റെ അമ്മ. അയ്യോ, പാവം, ചെറുതായിരുന്നു. ഞാൻ കൂടുതലൊന്നും പറയുന്നു. വർഷം പഴക്കമുള്ള പഴയ കഥകളൊക്കെ അയ്യോ, ചെറുതെടുത്താ മതിയായിരുന്നു. അവക്ക് ഭയങ്കര ഇഷ്ടമാണല്ലേ കഴിക്കട്ടെ. എടാ, കുഞ്ഞു തക്കാളിയുണ്ട്, കണ്ടിട്ടുണ്ടോ? ചെറിയ തക്കാളിയുണ്ട്. എന്റെ വീട്ടിൽ കൃഷിയുണ്ട്. ഞാനല്ല, മമ്മി. ചെറിയ ടൊമാറ്റോ.
അങ്ങനെയും പേരുണ്ടല്ലോ. ഉച്ചക്കടയിൽ അതിൽ ചെറിയ തക്കാളി. മമ്മിക്ക് അറിയില്ല ചെറിയ ടൊമാറ്റോ. ബേക്കറി ജംഗ്ഷനിൽ പറയുന്നത് UK കൊച്ചു തക്കാളി എന്നേ പറയുള്ളൂ. ബേക്കറി ജംഗ്ഷന്റെ പേരെന്തായിരുന്നെന്ന് അറിയോ നിങ്ങൾക്ക്? റൊട്ടിക്കട മുക്ക്. അങ്ങനെയായിരുന്നു പേര് പണ്ട്. ഞാനതിപ്പോ റീസെന്റ് ആണ്. സ്വാഭാവികം, റൊട്ടിക്കട മുക്ക് അല്ലേ? അതുകൊണ്ട് ഇനി അങ്ങനെ പറഞ്ഞാൽ മതി. ഇവള് ശരിക്കും തിന്നുകൊണ്ടിരിക്കുക. ഇവക്ക് ഇഷ്ടാട്ടോ ടൊമാറ്റോ. 2 എപ്പിസോഡ് തക്കാളി ആദ്യമായിട്ട് എക്സ്പ്രഷൻ ലെസ് ആയിട്ട് അവള് കഴിച്ചല്ലേ? വയറ് നിറഞ്ഞല്ലോ, ഇനി ഭക്ഷണം ഒന്നും വേണ്ടല്ലോ. ഇനി എനിക്ക് ബിരിയാണി വേണം. ഇവന്റെ വയറ്റില് കൊക്കോ പുഴുവല്ല, കൊക്കോ പാമ്പാന്നാ തോന്നുന്നത്. ഞാൻ എടുക്കട്ടെ? ഗൂസ്ബെറി കഴിക്കട്ടെ? അപ്പൊ ഇനി അടുത്തത് നോക്കേണ്ട കാര്യമില്ല, നീ പാവയ്ക്ക് എടുത്തോ. ഇത് സ്ഥിരമായിട്ട് ഇവളുടെ അമ്മയെ തലയിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട് തളമയ്ക്കാനായിട്ട്. ഒരു കയ്യബദ്ധം നാട്ടിക്കരുത്. എൻജിൻ കൂളാക്കാൻ ഇവളിങ്ങനെ ഒരുപാട് പ്രാരാബ്ദങ്ങളുമായിട്ട്. എനിക്ക് ഇറങ്ങുന്നില്ല ഇത് എന്താന്നറിയത്. അത് ആ നെല്ലിക്കത്തളത്തിന്റെ കാര്യം പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇച്ചിരി ഉപ്പിട. എന്താന്നറിയോ, കൂടുതലുണ്ടല്ലോ ദേഹത്ത്. അപ്പൊ എക്സസൈസ് എന്ത് എടുത്താലും ബോഡി റിജക്ട്. ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ. ഞാൻ എടുക്കണോ? ഇനി എടുക്കണോ? വേണ്ട. പക്ഷെ വേണ്ട അല്ലേ? വേണം വേണം എടുത്തേ. വേണ്ടാന്ന് പറഞ്ഞോടാ. ഞാൻ വേണമെന്ന് പറഞ്ഞു. എടുത്താ മതി. വോട്ട് ചെയ്തല്ലോ. വേണോ വേണ്ടയോ? അഞ്ജലി എന്താണ് കഴിക്കുന്നത്? മഴ പെയ്യാൻ പോകുന്നു. എന്താ? ഞാൻ വൈശാലി. ദൈവമേ, എടുക്ക്. ഞാൻ പറഞ്ഞു, ഞാൻ ഇത് കഴിച്ചിട്ടില്ല എന്റെ ഞാൻ ജീവിതത്തിൽ. പറഞ്ഞില്ലേ അഞ്ജലി ഇതുവരെ കഴിച്ചിട്ടില്ലാത്തോണ്ട് തന്നെ അഞ്ജലി ഇതാണെങ്കിൽ നമ്മള് വെയിലത്തൊക്കെ വെച്ച് ഉണക്കി വെച്ച് കഴിക്കില്ല. കട്ട് ചെയ്ത് വെച്ചപ്പോ പച്ചയായിരുന്നു. ഇവിടുത്തെ വെയില് കാരണം അത് ഉണങ്ങി. ഇത്തിരി കഴിച്ചു നോക്കാം. കഴിക്കൂ, ധൈര്യം വേണം നമുക്ക് ഇതൊക്കെ കഴിക്കാൻ. കടിച്ചു കഴിക്കുക. ഒരാൾ കഷ്ടപ്പെടുന്ന കാണാൻ എനിക്ക് സന്തോഷം. എനിക്ക് വേണ്ട. ചവച്ചേ കഴിച്ചാ? വെറുതെ ഒരു പൂ പറിക്കുന്ന ലാഘവത്തിൽ ഞാൻ പാവയ്ക്ക കഴിച്ചു. കഴിക്കേ പ്ലീസ്. നീ കഴിച്ചു നോക്ക്. എന്താ നിനക്ക് ഇത്ര നിർബന്ധം? ഞാൻ കഴിക്കാം. എടുക്കെടുക്ക്. ബാക്ക് സൈഡ് വായിക്കാൻ നോക്കുന്ന നേരെ തുറന്നേ. ജിഞ്ചർ ഗാർലിക് ഒരു സ്പൂണും കൂടെ തരുമോ ഞങ്ങൾക്ക്? ഓർമ്മ വരുന്ന എനിക്ക് പലതും ഓർമ്മ വരുന്നുണ്ട്. എനിക്ക് മറ്റേ കുറുക്ക് ഓർമ്മ വരുന്നത്. എന്റെ അമ്മ ഉലുവ കുറുക്ക് ഉണ്ടാക്കി തരുമായിരുന്നു. എനിക്ക് ഓർമ്മ വന്ന കാര്യം ഞാൻ അങ്ങനെ അങ്ങ് വിഴുങ്ങി. ഭയങ്കരം തന്നെ. ജിഞ്ചറും ഗാർലിക്കും വളരെ നല്ലതാണ് വയറിനും. അതെ, ഇതുണ്ടാക്കിയാവുന്ന നല്ല സാധനങ്ങളെല്ലാം ചെറുത് കുറേശ്ശെ എടുത്തിട്ടേ ഇത് നിറച്ചെടുക്കുന്നത്. എക്സ്പ്രഷൻ ഇല്ലാണ്ട് കഴിക്കണം. മധുരമില്ലാത്ത പായസം പോലെ. ഇനി പച്ചമുളക് നീ കഴിക്കുക. ഇല്ല, ഞാനിത് എന്നോട് സ്നേഹമുണ്ടോ? ആരാണ് നിയമം തെറ്റിക്കാത്തൊരു കുറച്ച് വെള്ളം തരട്ടെ? വെള്ളം കൊടുത്തിന്. പച്ചമുളക് കഴിച്ചിട്ടേ വെള്ളം ഉള്ളൂ. ഞാൻ നിയമം തെറ്റിക്കുന്ന ആളൊന്നും അല്ല. നിയമം തെറ്റിക്കിടക്കുവാണ്. ഇവിടുത്തെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. നിയമം നിയോജക മണ്ഡലം. ഇത് നിയമം. തമാശ തമാശ തമാശ. എടുക്കട്ടെ. പച്ചമുളക് തന്നെ എടുക്ക. ലെമൺ ഇച്ചിരി പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്താലോ? അകത്ത് പോട്ടെ. ഉപ്പ്. ഇത് എങ്ങനെയാന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ 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 കഴിയാം. അപ്പോ മഴ വന്നതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ബാക്കി അംഗം റൂമിനുള്ളിൽ പോയിട്ട് നമ്മൾ ആഘോഷിക്കുന്നതായിരിക്കും. മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു. ബൈ.